വോട്ട് 2 സ്ഥലത്തുണ്ടോ? ഇല്ല. വോട്ട് ഒരു സ്ഥലത്തേ ഉള്ളൂ. അവിടെ പോയി വോട്ട് ചെയ്തു. അതിലെന്ത് തെറ്റാ? സുരേഷ് ഗോപി വോട്ട് ചെയ്താൽ കുറ്റം, വോട്ട് ചെയ്തില്ലേ കുറ്റം, ഊണ് കഴിച്ചാൽ കുഴപ്പം, ഊണ് കഴിച്ചില്ലേ കുഴപ്പം, കൈ കഴുകിയാൽ കുഴപ്പം, കൈ കഴുകിയില്ലേ കുഴപ്പം. ഇതെന്തോന്നാണ് എപ്പോഴും ഈ സുരേഷ് ഗോപി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2 പേർക്കും സുരേഷ് ഗോപിയുടെ ജനസമ്മതി കണ്ട് മാനസിക വിഭ്രാന്തിയിലാണ്. അതിന് പരിഹാരമൊന്നുമില്ല. നെല്ലിക്കത്തളം, അത് മാത്രമേ ഉള്ളൂ പരിഹാരം സുനിൽകുമാറിന്. വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർച്ച നിലയിലാണ് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ BJP വോട്ട് ചേർത്തു. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് 2 ഇടങ്ങളിൽ വോട്ടുണ്ട് എന്ന വിവാദം ഉയരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശാസ്താമംഗലത്ത് സുരേഷ് ഗോപി വോട്ട് ചെയ്തു. സ്വാഭാവികമായും അതിനെ തുടർന്നാണ് മുൻ MLA ആയ മുൻ മന്ത്രിയായ VS സുനിൽകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നു നമ്മോട് പ്രതികരിക്കുന്നു. കോൺഗ്രസും അതേ പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തുമ്പോൾ ഇതിന് മറുപടി പറയാൻ നമ്മോടൊപ്പം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ തന്നെ ചേരുകയാണ്. വലിയ രീതിയിലുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നുണ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്തു വന്നു എന്നതാണ് രണ്ടാമത്തെ ആരോപണം. എന്താണ് വാസ്തവത്തിൽ ഈ ചെമ്പിൻ്റെ കാര്യമുണ്ടല്ലോ, ആ ചെമ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ മാനസിക വിഭ്രാന്തിയാണ് ഇടതുപക്ഷത്തിന്. അത് കാരണം ഇപ്പോൾ പിണറായി വിജയനെ വിളിക്കുന്നത് ചെമ്പ് വിജയൻ എന്നാണ്. അപ്പോൾ ഈ ചെമ്പിൻ്റെ കാര്യം വരുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യമൊക്കെയാണ് ഇവർക്കാകെ പറയാനുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ചെമ്പും സ്വർണവുമാണ്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കുകയാണ്. ഒരാൾ വോട്ട് ചെയ്യുന്നത് വോട്ടർ പട്ടികയിലെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? സുരേഷ് ഗോപിക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടോ? ഇവിടെ വോട്ടുണ്ടെന്ന് നിങ്ങൾ കാണിക്കട്ടെ. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. എല്ലാവരും അങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയും വ്യത്യസ്തമാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ സ്ഥിര താമസക്കാരൻ എന്ന നിലയിലാണ് സുരേഷ് ഗോപി വോട്ട് ചേർത്തത്. എങ്ങനെയാണ് 2 സ്ഥലത്ത് ഒരാൾ സ്ഥിര താമസം എന്ന നിലയിലേക്ക് വരിക? അവിടെയാണല്ലോ പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ അദ്ദേഹം വോട്ട് ചേർത്തത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക അല്ലല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പഴയ വോട്ടർ പട്ടികയാണ്. ഇത് അന്ന് തന്നെ അവർ പറഞ്ഞതാണ്. ആ വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത്. ഇവിടെ കോർപ്പറേഷൻ്റെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. അദ്ദേഹത്തിൻ്റെ പേരുള്ളത് പഴയ ശാസ്തമംഗലത്തെ വോട്ടർ പട്ടികയിലാണ്. ഇനി അദ്ദേഹം താമസിച്ചിരുന്ന വീട്, അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമസിച്ചിരുന്ന വീട്, നെട്ടിശ്ശേരിയിലെ വീട് വിറ്റു. പുതിയ വീട് മേടിക്കാൻ അദ്ദേഹം പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ എവിടെയാണോ പേരുള്ളത് അവിടെ പോയാണോ വോട്ട് ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്തു, അവിടെ വോട്ട് ചെയ്തു, അദ്ദേഹം 2 വോട്ട് ചെയ്തു. സുരേഷ് സുനിൽകുമാർ ആരോപിക്കുന്ന ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമാണ് ഇപ്പോൾ നടന്നതെന്ന്. VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ല എന്നാ, തോറ്റതിൻ്റെ വിഭ്രാന്തി അയാൾക്ക് മാറിയിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടി തിരിച്ചു ചോദിക്കട്ടെ. ഈ സുരേഷ് ഗോപിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ്. മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈ കഴുകില്ലേ? സുരേഷ് ഗോപി കൈ കഴുകിയാൽ പറയൂ അത് സവർണനാണ്. ഇലയിൽ വെള്ളം തെളിച്ചാൽ പറയും അത് സവർണനാണെന്ന്. ഇതെന്ത് മര്യാദകേടാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ടെടുപ്പിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സുനിൽകുമാർ അത് തെളിയിക്കട്ടെ. സുനിൽകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഇവിടെ വോട്ടുണ്ടോ? സുരേഷ് ഗോപിക്ക് എവിടെയാണോ വോട്ട് അവിടെ പോയി അദ്ദേഹം ചെയ്തു. അതിലെന്താ തെറ്റ്? വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരോടും CPM-കാരോടും ചോദിക്കാനുള്ളത്, തൃശ്ശൂരിലെ മുഴുവൻ പോസ്റ്ററിലും BJP പോസ്റ്ററിൽ സുരേഷ് ഗോപിയുണ്ട്, നരേന്ദ്രമോദിയുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ രാഹുൽ ഗാന്ധി ഉണ്ടോ? എന്താ ചെമ്പ് തെളിഞ്ഞിട്ടാ? പിണറായി വിജയനുണ്ടോ? എന്താ ചെമ്പ് തെളിഞ്ഞിട്ടാ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ അലുമിനിയം രാഹുൽ എന്ന് വിളിക്കേണ്ടി വരും. അലുമിനിയം ആയിരിക്കും. എന്തുകൊണ്ട് ഒരു പോസ്റ്ററിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഇല്ല? ഈ കേരളത്തിലേ ഇല്ല. ഇതെന്തുകൊണ്ട്? ചെമ്പ് തെളിഞ്ഞുകൊണ്ടാണ്. അതിന് ഉത്തരം പറയേണ്ട ആദ്യം അവരാണ്. ഞങ്ങൾക്കിതൊന്നും പറയേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപിക്ക് എവിടെയാണോ വോട്ടർ പട്ടികയിൽ ഈ കോർപ്പറേഷൻ, ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വോട്ടുള്ളത് അവിടെ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നാണ് അവരാവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെടാൻ അവർ പറയുന്നതനുസരിച്ച് ഇടപെടാൻ നിൽക്കുകയാണെങ്കിൽ ഇടപെട്ടോട്ടെ, എനിക്കതിൽ വിരോധമില്ല. കാരണം വോട്ട് 2 സ്ഥലത്തുണ്ടോ? ഇല്ല. വോട്ട് ഒരു സ്ഥലത്തേ ഉള്ളൂ. അവിടെ പോയി വോട്ട് ചെയ്തു. അതിലെന്ത് തെറ്റാ? സുരേഷ് ഗോപി വോട്ട് ചെയ്താൽ കുറ്റം, വോട്ട് ചെയ്തില്ലേ കുറ്റം, ഊണ് കഴിച്ചാൽ കുഴപ്പം, ഊണ് കഴിച്ചില്ലേ കുഴപ്പം, കൈ കഴുകിയാൽ കുഴപ്പം, കൈ കഴുകിയില്ലേ കുഴപ്പം. ഇതെന്തോന്നാണ് എപ്പോഴും ഈ സുരേഷ് ഗോപി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2 പേർക്കും സുരേഷ് ഗോപിയുടെ ജനസമ്മതി കണ്ട് മാനസിക വിഭ്രാന്തിയിലാണ്. അതിന് പരിഹാരമൊന്നുമില്ല. നെല്ലിക്കത്തളം, അത് മാത്രമേ ഉള്ളൂ പരിഹാരം സുനിൽകുമാറിന്.